അതുകൊണ്ട് ദേശമേ പാപത്തിൽ നിന്ന് മാറ്റപ്പെടുക. പാപം ചെയ്യുന്ന അനുഭവത്തിൽ നിങ്ങൾ എന്താണ് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞുകൊള്ളുക. കണ്ടോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ള സത്യം നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ അടിയേറ്റ് തകർക്കപ്പെട്ടവൻ എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി, മരണമുള്ള എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ശരീരമാസകലം അടിയേറ്റ് തകർക്കപ്പെട്ട് അവന്റെ മുഖത്ത് പാപികളായിരിക്കുന്ന മനുഷ്യരുടെ തുപ്പലേറ്റുകൊണ്ട് നിന്നാപാത്രമായിട്ട് അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ നിങ്ങളുടെ പ്രാണൻ തന്ന് സ്നേഹിച്ചവനാ. സ്വന്തം പ്രാണനെ തന്ന് നിന്നെ സ്നേഹിച്ചവൻ അതിനോടുകൂടെ നിന്റെ ആവശ്യങ്ങളെ നിവർത്തിപ്പാൻ അവൻ ഒരു മടിയുമില്ല. പ്രിയപ്പെട്ടവരെ, സ്വന്തം പ്രാണനെ നിനക്ക് വേണ്ടി നൽകി തന്നവൻ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്റെ ആവശ്യങ്ങളെ നിവർത്തിപ്പാൻ ശക്തനാണ്. ആകിയാൽ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതത്തിന് ശേഷം, ഈ ലോകത്തിലെ മരണത്തിന് ശേഷം ഈ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? അല്ലയോ സ്നാനമേറ്റവരെ, സ്നാനമേക്കാത്തവരെ എല്ലാവരോടും ഞങ്ങൾ പറയുന്നു. ആകിയാൽ യേശുക്രിസ്തു ഏകൻ മാത്രമേ ദൈവമായിട്ട് വരുവാനുള്ളൂ. അവൻ മാത്രമേ നമ്മുടെ രക്ഷകനായിട്ട് വരുവാനുള്ളൂ. അവൻ മാത്രമേ നിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തിയിട്ടുള്ളത് വിശ്വസിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ അവൻ നമ്മുടെ സകല പാപത്തിന്റെ ശിക്ഷയേറ്റത് വഴി പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവ നിയമത്തിന് മുമ്പിൽ നമ്മളെ ആ ദൈവ നിയമത്തിന്റെ കോടതിയുടെ മുമ്പിൽ നമ്മളെ ശുദ്ധീകരിച്ചിരിക്കുകയാണ്. അത് വിശ്വസിപ്പാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയാ: യേശുവേ, നിങ്ങൾ ഏത് ജാതി മതസ്ഥരുമായിക്കോട്ടെ, യേശുവേ, ഞാൻ പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, എന്നോട് കരുണ ചെയ്യണമേ. നീ എനിക്ക് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്നു. നീ എന്റെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ യേശുക്രിസ്തുവിനെ എന്റെ ഏകരക്ഷകനും കർത്താവും ദൈവമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഇനി യേശുക്രിസ്തുവിനെ അല്ലാതെ, അവന്റെ നാമമല്ലാതെ, എന്ന് വെച്ചാൽ പള്ളികളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന യേശുക്രിസ്തു എന്ന പേരുള്ള പ്രതിമയല്ല, യേശുക്രിസ്തു ആത്മാവാകുന്നു. ആ ആത്മാവായിരിക്കുന്ന ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നിനെ ഞാൻ എന്റെ ആത്മാവ് കൊണ്ട് പ്രണമിക്കത്തില്ല. മറ്റൊരു ആത്മാവിനെ ഞാൻ ഇനി മുതൽ ദൈവമായിട്ട് അംഗീകരിക്കത്തുമില്ല. ഈ യേശുക്രിസ്തുവിനെ എന്റെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്നുള്ളൊരു നിയമത്തിലേക്ക് നിങ്ങൾ വരുന്നുവെങ്കിൽ ദൈവവുമായിട്ട് നിങ്ങളൊരു സ്നേഹബന്ധത്തിലേക്ക് വന്നു. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തരും. ആ യേശുക്രിസ്തു ഉണ്ടായിരുന്ന അതേ ശക്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നിന്നിലേക്ക് വരും. നിങ്ങൾ ഇന്ന് മരിക്കുകയാണെങ്കിൽ ഈ ആത്മാവ് നിങ്ങളെ വീണ്ടും ജീവിപ്പിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ആകിയാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മടങ്ങി വരാറായി. ഈ ഭൂമിയിലെ കഷ്ടങ്ങൾക്ക് അറുതി വരാറായി. ഭൂമി സമാധാനം കൊണ്ട് നിറയുവാനുള്ള സമയമായിരിക്കാല് അവന്റെ സമാധാന രാജ്യത്തിലേക്ക്, അവന്റെ ദൈവരാജ്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിപ്പാൻ നിങ്ങൾ എല്ലാവരും മനുഷ്യജാതികളായിരിക്കും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് രക്ഷ പ്രാപിച്ചു കൊള്ളുവേൻ. അവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ സന്നിധിയിൽ എന്താണ് നിങ്ങൾ പ്രതിഫലം മേടിച്ചു കൊള്ളുവിന്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തവൻ രക്ഷിക്കപ്പെടും എന്നുള്ള വചനം നിങ്ങളോട് ഘോഷിച്ചുകൊണ്ട് പ്രസംഗം നിർത്തുന്നു.